പൈനാപ്പിൾ ഇതിലൊരു മീനുണ്ടായിന്, നിറയെ സപ്പോട്ട കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് തെങ്ങ് നോക്കുമ്പോഴത്തേക്കുള്ള ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീടിൻ്റെ മുറ്റം മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വൈകുന്നേരത്തെ ചായക്കടിക്ക് എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രെഡും കൊണ്ട് എടുത്ത് വരുമ്പോൾ മോൻ കണ്ടിട്ട് പിന്നെ മോൻ പറഞ്ഞാൽ ന്യൂട്രലിയും ബ്രെഡൊന്ന് തരണം കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അത് മോനിക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ അത് കുറച്ച് മെൽട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ന്യൂട്രല്ല. കാരണം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്നലെ മുതൽ നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഫ്രിഡ്ജ് രാവിലെ എണീക്കുമ്പോഴേക്കും ഫ്രീസ് ആകുന്നില്ല. ആകെ ബേജാറെല്ലായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നല്ലേ ഫ്രിഡ്ജ്. അപ്പം ഫ്രിഡ്ജില്ലാണ്ടും ഇപ്പോൾ നമുക്ക് കറണ്ടില്ലാണ്ടും ഗ്യാസില്ലാണ്ടും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കേട്ടോ നമ്മളെ കാലം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മളെ കഥീത്ത അയൽവാസിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മോനിക്ക് പിന്നെ ന്യൂട്രൽ വരട്ടി ബ്രെഡും കൊടുത്ത് പിന്നെ ഞാൻ ബ്രെഡ് പൊരിക്കാനുള്ള ബ്രെഡും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിലത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാം. അങ്ങനെ ഞാൻ ബ്രെഡെല്ലാം മാണ്ടത്ര കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളുപ്പ് എന്താ വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും മധുരം തിന്നാൻ ഇങ്ങനെ ഒരു കൊതിയെല്ലാം വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം പഞ്ചസാരയും ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സിയിലേക്ക് നമ്മൾ ബ്രെഡ് ഇട്ടിട്ട് ഇങ്ങനെ മുക്കിയിട്ട് പൊരിച്ചാൽ മതി. അപ്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഡ്രൈ ഫാനിൽ പൊരിക്കാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും വീടിൻ്റെ ഉൾഭാഗമല്ലേ കൂടുതലും ഞാൻ കാണിക്കാറ്. അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഞാൻ നമ്മളെ പുറം നമ്മളെ കിച്ചൺ സൈഡും നമ്മളെ മുറ്റമെല്ലാം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ പുഴയുണ്ട്, ഒരു തോട് മാതിരി തോണിയെല്ലാം പോകട്ടോ. അപ്പോൾ ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭയങ്കര ഇത് കാണുമ്പോൾ ഭയങ്കര ഇതെന്തുപ്പാന്ന് മുമ്പിലെ വീടിൻ്റെ മുമ്പിലെ മറ്റേ തോണി പോവുക പുഴ, അതുപോലെ തന്നെ ഈ അളമ്പക്കലുമില്ല അതെല്ലാം എനിക്ക് കോഴി എന്നിട്ട് വിളിച്ചുകൊണ്ടെല്ലാം വരും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര എന്താ പറയില്ല അത്ഭുതമാണ്. പിന്നെ ഇപ്പോൾ അത് കണ്ട് എല്ലാ അത്ഭുതമെല്ലാം പോയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ ഓരോന്നും അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അത് പൊരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ എല്ലാതൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഇട്ടത് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ ഇപ്പോൾ കുടിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ റാസ്റ്റം എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് എല്ലാവരും ഒന്നിച്ചിട്ടാണ് കുടിക്കല് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഫ്രിഡ്ജ് പൊളിഞ്ഞിരുന്നു. അപ്പം ഫ്രിഡ്ജ് ഞാനെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും സ്മെല്ലില്ലാണ്ട് നിൽക്കാൻ വേണ്ടി ഞാൻ മറ്റേ കറാമ്പില്ല അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചക്കറിയും മറ്റു സാധനങ്ങളും ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ശരിയാക്കാൻ വരും എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരം ആയല്ലേ, അപ്പോൾ എല്ലാ ജനലും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ കെട്ടിയവന് ഫുള്ള് ജനൽ തുറന്നിട്ട്. പക്ഷേ ഇപ്പോൾ പാമ്പിൻ്റെ എല്ലാം സമയമായതുകൊണ്ട് തന്നെ പേടിയും തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ മുറ്റത്ത് നമ്മളെ മുറ്റത്ത് പുഴ മാതിരി എല്ലാം ഉണ്ടെന്ന് ഇതാണ് കേട്ടോ. നിറയെ സപ്പോട്ട കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പോഴും നല്ല ഇടക്ക് നല്ലോണം തരും. ഇടക്കാൾ ഭയങ്കര നമ്മളെ കളിപ്പിക്കും, തരൂല വേണ്ട. അപ്പോഴത്തേക്ക് ഉമ്മയുടെ ഇപ്പം ചൂടായതുകൊണ്ട് ഇതിനെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ തോട്ടത്തിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. ഒരു രക്ഷയില്ല, 8 കൊല്ലമായി ഇതുവരെയായിട്ടൊരു മാങ്ങ പോലും പിടിച്ചിട്ട. ഇതും രണ്ടും ഒന്നിച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഈ ആശാൻ കുറേ നമുക്ക് സപ്പോട്ട തന്നേന് കേട്ടോ. രാവിലെ എണീച്ചിട്ട് നോക്കുമ്പോഴത്തേക്കുള്ള കണ്ട കായ്ച്ചാണ്ട് കേട്ടോ നമ്മളെ കായ്ക്കോലതാ. ഈ വളപ്പിൽ നല്ലോണം വാഴയാവും കേട്ടോ. ഇപ്പോഴത്തെ കണ്ട ഇപ്പോഴത്തേക്ക് ഒടിഞ്ഞ് പോയിട്ടുണ്ട് ഇത്.
ഇതാണ് കേട്ടോ നമ്മളെ മുറ്റം. അതുപോലെ തന്നെ ആണ്ടിൽ പിടിക്കുന്ന നമ്മളെ മാവ് കൊല്ലത്തിൽ ഓരോന്ന് പിടിച്ച് ഞങ്ങളെ ഒതുപ്പിക്കും. അല്ലാണ്ട് ഇവിടെ ഓരോന്നുണ്ടായിന് കാണുന്നില്ലല്ലോ. ആ ദൂതാ കാണുന്നുണ്ടോയെന്നറിയില്ല. കണ്ടാ എടാ ഇതാ ആണ്ടിൽ നമുക്ക് ബേജാറാകുന്നതിന് 1 2 കുടിച്ചിട്ട് സന്തോഷിപ്പിക്കും. ഇതാണ് നമ്മളെ മാവ്. ഉമ്മ അപ്പോഴത്തേക്ക് കണ്ട തെങ്ങിനെല്ലാം വെള്ളമടിക്കുന്നത്. ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ തെങ്ങിനെല്ലാം അനക്കെല്ലാം ഇങ്ങോട്ട് വരാൻ പേടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ പാമ്പുണ്ടാവുന്നിട്ട് മുമ്പ് ഇതിനെക്കാട്ടി കാടുണ്ടായിന്. ഇപ്പോൾ കാടെല്ലാം കൊത്തിയിട്ട് പാതിലെ മുളക്കല്ലേ. ചൂടായിട്ട് ഈ പച്ചപ്പുല്ല് എങ്ങനെ മുളക്കുന്നത് അള്ളാഹുരത്തിനറിയാം. ഇതാട്ടോ അപ്പം നമ്മളെ കിച്ചൺ ഭാഗത്തുള്ള മുറ്റം എന്ന് പറയുന്നത്. വേണ്ട കിണറെല്ലാം ഉണ്ട് കേട്ടോ. കിണറെല്ലാം ഉണ്ട്. അതുപോലെ പേരക്കത്തെയുണ്ട്. എപ്പോഴെങ്കിലും പിടിക്കാതിരിക്കൂല. അപ്പം ഇതാണ് കേട്ടോ. ഇപ്പോൾ കിണറ്റിൽ വെള്ളമെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ മോട്ടർ ഇട്ടിട്ടാന്നില്ല കേട്ടോ. കേട്ടോ ഇതിലൊരു മീനുണ്ടായിന്. ചത്തുപോയെന്ന് തോന്നുന്നു, കാണുന്നില്ല. പൈനാപ്പിൾ തിന്നിട്ട് അതിൻ്റെ ആ ഒരു ഇതില്ലേ, അതിൻ്റെ ഈ ചെടി പോലത്തെ അത് നട്ടിട്ടതാ. നമുക്ക് പൈനാപ്പിൾ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പുരക്ക് വാങ്ങുന്നതെല്ലാം എടുത്തിട്ടില്ലേ നട്ടെങ്കിലേ നമുക്ക് തിന്നാനേ കിട്ടും. അപ്പോൾ അതാ ഏകദേശം വരുന്നുണ്ട്. ചില ഈ വായൻ്റെ കൂമ്പലിങ്ങനെ കറി വെക്കുന്നില്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അറിഞ്ഞൂടാ. ഇതാ കൂമ്പൽ നമ്മൾ ചാടലാന്ന്. ചാടല മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ വവ്വാലല്ലേ ഇരുന്ന് വന്ന് തേൻ കുടിക്കുന്ന കാണലുണ്ട്. അപ്പോൾ അവനെ പേടിച്ചിട്ട് എടുക്കലുമില്ല. പിള്ളേണ്ട നല്ലോണം വളരുന്നില്ല. ഇതാ പൊട്ടിട്ട് അതിൻ്റെ തെറിച്ചിട്ട് ഇതാ കുറേ ആയിട്ട് കുഞ്ഞു ചെടിയെല്ലാം കണ്ട. അപ്പോൾ എല്ലാ വീട്ടിലും കാണുന്ന പോലെ തന്നെ നമ്മളെ വീടിൻ മുറ്റം ഇതാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇഷ്ടംപോലെ തുളസി ആവും കേട്ടോ. വേറെ എന്തോ ആവില്ലെങ്കിൽ തുളസി നല്ലോണം തേർത്ത് വരും കേട്ടോ. പിന്നെ അതുപോലെ കറിവേപ്പില നല്ലോണം തയ്ച്ച് വളരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് ഇത് കാണുമ്പോൾ ബേജാറാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടാ. അപ്പോൾ നമ്മളത് പച്ചക്കറിയെല്ലാം ഉണങ്ങിയിട്ടാ. തക്കാളീൻ്റെ എല്ലാം തക്കാളിക്ക് കുറേ പൂ വരുന്നേ, പക്ഷെ പൂവാന്നില്ല, കൊയിഞ്ഞ് പോന്നു. പച്ചോള് മഷാല നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലാവുന്നുണ്ട് പച്ചോളതാ ആയിക്കൊണ്ടെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ വഴുതനങ്ങലിലും പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രക്കാണ് നമ്മളെ. അപ്പോൾ ഇപ്പോൾ മോൻ്റെ സൈക്കിൾ ശരിയാക്കിയിട്ട് കൊണ്ടുവന്നതേ ഉണ്ടായിട്ടു കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ തന്നെ ആയതുകൊണ്ടില്ലേ എല്ലാവർക്കും സൈക്കിളിനോട് കളി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.